അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട. അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ സർക്കിൾ കോൺസെൻട്രിക് വിത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ആർ എക്സ് മൈനസ് 8y മൈനസ് സി ഈക്വൽ ടു 0 ആൻഡ് പാസിംഗ് ത്രൂ -1, -2. നല്ല ചോദ്യം കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് മൈനസ് ആണ് അല്ലെ, മൈനസ് RX മൈനസ് 8y പിന്നെ ഒരു സി ആട്ടാ ഇസ് ഈക്വൽ ടു 0. അതിനുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ. നമുക്ക് ഇതിന്റെ പറയണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഈ സർക്കിളിന്റെ ഇത് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിട്ടല്ലേ, ഈ സർക്കിൾ ഇതൊരു സർക്കിൾ ആയിരിക്കാം, നമ്മുടെ സർക്കിൾ ഇതായിരിക്കാം. ഇതാണ് ഒരു സർക്കിൾ. ഈ സർക്കിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ സർക്കിൾ എങ്ങനെയാ വെച്ചാല് ഈ സർക്കിളിന്റെ സെയിം സെന്റർ ആണ്. അതാണ് കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സെയിം സെന്റർ എന്നാണ് അർത്ഥം. സെയിം സെന്റർ സെയിം എന്നാണ് അർത്ഥം. അപ്പൊ ഈ സർക്കിളിന്റെ അതേ സെന്റർ തന്നെയാണ് നമ്മുടെ സർക്കിൾ. ഓക്കെ അല്ലെ? പക്ഷെ ഒരു പ്രത്യേകിച്ച് ഈ സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നമുക്കുള്ള സർക്കിൾ പാസ് ചെയ്യുന്ന പോയിന്റ്? നമുക്ക് പറഞ്ഞിട്ടുണ്ട് -1, -2 കൂടെ നമ്മൾ ഈ സർക്കിൾ പാസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്ത് എന്നാണ് ചോദ്യം. ഈ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതാണ് ആ സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പോ നമ്മളിവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സർക്കിളിന്റെ സെന്റർ നമ്മളിവിടെ ആദ്യം കണ്ടുപിടിക്കും. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകട്ടെ. അപ്പൊ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇങ്ങനെയാണ്: എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ് നമ്മുടെ സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതിൽ എച്ച് കെ എന്ന് പറഞ്ഞ സെന്ററും ആർ എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. അപ്പൊ ഇത് ഈ സാധനത്തിനെ ഇതുപോലെയാക്കി മാറ്റണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എല്ലാവർക്കും അറിയാം. എക്സ് സ്ക്വയർ മൈനസ് RX പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y ഇസ് ഈക്വൽ ടു സി. ആ എക്സിന്റെ ആൾക്കാർ ഒരുമിച്ച് എഴുതി, വൈന്റെ ആൾക്കാർ ഒരുമിച്ച് എഴുതി. ഇനി എക്സിന്റെ കൂടെയുള്ളതിന്റെ പകുതിയുടെ സ്ക്വയർ കൂട്ടുകയും ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യുക. എക്സിന്റെ കൂടെ -6 ആണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ -3, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അത് നമ്മൾ അങ്ങോട്ട് കൂട്ടുക, കൂട്ടി അപ്പൊ തന്നെ അങ്ങോട്ട് കുറയ്ക്കുക. സീനല്ല? അപ്പൊ ഒരു വ്യത്യാസം സംഭവിക്കൂല. ഇനി വൈ സ്ക്വയർ മൈനസ് 8y, വൈന്റെ കൂടെ ഉള്ള എന്റെ പകുതി, -8ന്റെ പകുതി ആരാണ്? -4. അവന്റെ സ്ക്വയർ ആരാ? 16. 16 കൂട്ട, 16 കുറയ്ക്ക. ഓക്കെ അല്ലെ? ഇസ് ഈക്വൽ ടു നമ്മുടെ സി എടുപ്പുണ്ട്. ഇനി നമുക്ക് വളരെ സിമ്പിൾ ആണ് മക്കളെ. ഈ സാധനത്തിന് ഒറ്റടിക്ക് നമുക്ക് എഴുതാം എക്സ് മൈനസ്, ഇത് മൈനസ് ആണ്, ഇവിടെ മൈനസ് ഇടാം, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടാം. ഇത് 3യുടെ സ്ക്വയർ അല്ലേ, എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ എഴുതാം. ഇതിനൊറ്റടിക്ക് എഴുതാം നമുക്ക്, ഒറ്റടിക്ക് എഴുതാം വൈ, ഇവിടെ മൈനസ് അല്ലേ, വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ എഴുതാം. ഇനി അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാർ അവരൊക്കെ അപ്പുറത്തേക്ക് കിട്ടോ, 9 പിന്നെ ഒരു 16 പിന്നെ ഒരു സി ഒക്കെ അപ്പുറത്ത് കിടപ്പുണ്ട്. ഇതെന്തൊട്ട് കുന്നവണായിക്കോട്ടെ, നമുക്ക് ഇതിനെ പറ്റി ബോധരേണ്ട ആവശ്യമില്ല. നമുക്കത് റേഡിയസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ഇവിടെ റേഡിയസിന്റെ ആവശ്യമില്ല, നമുക്ക് സെന്റർ മാത്രം അവിടെ കിട്ടിയാൽ മതി. അപ്പൊ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സെന്റർ ആരാണ് മക്കളെ? നമ്മുടെ HK എന്നാണ് നമ്മൾ സെന്ററിനെ ഡിനോട്ട് ചെയ്യാറ്. അത് ഇവിടെ കമ്പയർ ചെയ്യുമ്പോ നമുക്ക് ഇവിടെ 3, 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ സെന്റർ കിട്ടി. ആരാണ് മക്കളെ? 3, 4. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ H, K. കാരണം കോൺസെൻട്രിക് ആയ കാരണം നമ്മുടെ സർക്കിളിന്റെ സെന്ററും പിന്നെ ഇതാണ് നമ്മുടെ സർക്കിൾ ഇട്ടാ, ആ ഒരു സർക്കിൾ, പിന്നെ തന്ന സർക്കിളിന്റെ സെന്ററും സെയിം ആയത് കാരണം ആ തന്ന സർക്കിളിന്റെ സെന്റർ എടുത്തിട്ട് നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആയിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് വേണം. ഇതാണ് നമ്മുടെ റേഡിയസ്. അത് റേഡിയസ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ പോരെ. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാൻ മക്കൾ, നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സർക്കിളിനെ R1 എന്ന് പറഞ്ഞിട്ട് ചെയ്തോട്ടാ. R1 is equal to root of x2 minus x1 whole square plus y2 minus y1 whole square ആണ് ഒരു ഡിസ്റ്റൻസ് ഫോർമുല. അങ്ങോട്ട് പഠിക്കുമ്പോ എന്ത് വരും മക്കൾ? നമുക്ക് 3 മൈനസ് -1 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് -2 ഹോൾ സ്ക്വയർ ഇതാ ചെയ്തു വരുമ്പോ റൂട്ട് ഓഫ് 3 പ്ലസ് 1 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് വരും. അതായത് റൂട്ട് ഓഫ് 16 പ്ലസ് 36 എന്ന് പറഞ്ഞിട്ട് വരും. അല്ലേ മക്കളെ? തെറ്റിട്ടൊന്നുമില്ല. ഇല്ല, 16 പ്ലസ് 36. 16 പ്ലസ് 36 എന്ന് പറയുമ്പോ 46 52 അങ്ങോട്ട് വരും. റൂട്ട് 52 പറഞ്ഞിട്ടാണ് വരും. സംശയമല്ലോ? കിട്ടി. അപ്പൊ റേഡിയസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സർക്കിൾ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഇക്വേഷൻ ഓഫ് ഔർ സർക്കിൾ കണ്ടുപിടിക്കാൻ നമ്മുടെ റെഡിമെയ്ഡ് ഫോർമുല നമ്മുടെ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ സമം ഇവിടെ R1 സ്ക്വയറിന് കേട്ടോ. ഓക്കെ അല്ലെ? അപ്പൊ അത് പ്രകാരം എക്സ് മൈനസ് എച്ച് ആരാണ്? 3 ഹോൾ സ്ക്വയർ
y മൈനസ് കെ ആരാണ് 4 ഹോൾ സ്ക്വയർ സമം R1 നമുക്ക് കിട്ടിയിട്ടുണ്ട് റൂട്ട് 52 അവന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ 52. സിമ്പിൾ ആയിട്ട് കിട്ടി. ഇതാണ് നമ്മുടെ ആ ചോദ്യം. നല്ല കിണ്ണം കാറ്റ് ക്വസ്റ്റൻ കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇവിടെ ഈ സി ആണ് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷെ സിയുടെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ടാണ് ഒരു സി എന്നിട്ട്. അതാണ് ഈ ചോദ്യത്തിന് ടൈറ്റ് ആയി മാറിയത്. പിള്ളേർക്ക് എല്ലാവരും പേടിച്ചിട്ടുണ്ടോ ഈ സി കുന്നിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലെ? അപ്പൊ സിയുടെ ആവശ്യമില്ല നമുക്ക്. ഈ സർക്കിളിന്റെ സെന്റർ റേഡിയസ് കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് അതിന്റെ സെന്റർ മാത്രം കിട്ടിയാൽ മതി. സെന്റർ കിട്ടണമെങ്കിൽ ഒരിക്കലും സിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ബൈ.